35,000 45,000 വോട്ടിൻ്റെ അല്ല, വോട്ടിൻ്റെ ഞങ്ങൾ ഭൂരിപക്ഷം അത് കൂടാണ്ട് കേരളത്തിൽ 100 സീറ്റ് എന്ന് പറഞ്ഞാൽ 100 സീറ്റിൽ ഞങ്ങൾ ജയിച്ചിരിക്കും. ഏതെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് ഇദ്ദേഹം അതിന് നിയമസഭയിലായാലും പുറത്തായാലും അതിനെ നല്ല ക്രിയാത്മകമായി വിമർശിക്കുമ്പോൾ അദ്ദേഹത്തെ തളർത്താൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പുനർജനി എന്ന് പറഞ്ഞ ചില ആളുകൾ ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രകടനം നടത്തിയവരുടെ മല്ലിൽ എന്നു പറയാം. ഈ പറഞ്ഞോട്ട് 2024 ഈ സർക്കാർ കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ UDF ഭരണമാണ് അടുത്തത്. അഡ്വക്കേറ്റ് വി.ഡി. സതീശൻ തന്നെ. വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നേതാവ്, ഒരു വലിയ നേതാവ് തന്നെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുതുയുഗയാത്ര ഫെബ്രുവരി 6 തുടങ്ങി കാസർഗോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ച് 7-ാം തീയതി നമ്മളുടെ തിരുവനന്തപുരത്ത് ഒന്ന് അവസാനിപ്പിക്കും. ഇത്ര വലിയൊരു ജനാവലി, ഭയങ്കര ജനാവലിയാണ്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും നമ്മൾ നിലമ്പൂർ, കോട്ടയം, എന്തോളം ആൾക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. അതുപോലെ തന്നെ അങ്ങോരുടെ ഇതെല്ലാവരും ഞങ്ങൾ അങ്ങോരിക്കാനായിട്ട് എല്ലാ വിധത്തിലും ഉള്ള സഹായങ്ങളും അങ്ങനെ പല പ്രവൃത്തികൾ അങ്ങ് ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും, അല്ലാണ്ട് വെറുതെ വാഗ്ദാനം മാത്രമല്ല, അത് ചെയ്തിരിക്കും. അങ്ങനെ പുനർജന്മി, അങ്ങനെ പല വീടുകളും പല ആൾക്കാർക്കും പല വിധത്തിലുള്ള സഹായങ്ങളും റോഡ് ഇതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങോട്ട് ഈ നല്ലൊരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ്, കേരളത്തിൽ തന്നെ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഭരണത്തിൽ വരും എന്നുള്ള യാതൊരു സംശയമില്ല. ഇപ്പം ജന്തിച്ചേട്ടൻ പറഞ്ഞോളൂ പോലെ 35,000 45,000 വോട്ടിൻ്റെ അല്ല, വോട്ടിൻ്റെ ഞങ്ങൾ ഭൂരിപക്ഷം അത് കൂടാണ്ട് കേരളത്തിൽ 100 സീറ്റ് എന്ന് പറഞ്ഞാൽ 100 സീറ്റിൽ ഞങ്ങൾ ജയിച്ചിരിക്കും. ഇതിൽ യാതൊരു തർക്കവും വേണ്ട. വി.ഡി. സതീശൻ്റെ പുറയാണ് ആ MLA, അത്രയല്ല, ആ MLA വരും, നമ്മുടെ കേരളത്തിൽ വരും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. അത് ശരി തന്നെയാണ്, ഏതായാലും തർക്കം വേണം. 100 സീറ്റിൽ 100 സീറ്റും ജയിച്ചിരിക്കും, യാതൊരു വിധ. അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളെ പ്രയത്നം അതിന് വേണ്ടിയിട്ടാണ്. സാധാരണഗതിയിൽ ഏതൊരു മന്ത്രിയാണെങ്കിലും ഏത് ജനപ്രതിനിധി ആയാലും അവർ കുറേ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ചെയ്യും വളരെയധികം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആണ് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും. നമ്മളെ ചാനൽ ചർച്ചകളിലായാലും അദ്ദേഹത്തിൻ്റെ വീണ്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്കറിയാം. അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പുരോഗതിയും വികസനവും നാടിൻ്റെ വികസനവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ താഴെത്തട്ടിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതികൾ, നാട്ടിലുള്ള മറ്റ് സാമ്പത്തികമായിട്ട് വളരെയധികം ചികിത്സ കിട്ടാത്ത ആളുകളുള്ള അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ, ചികിത്സാ സഹായം കൊടുക്കുന്ന കാര്യങ്ങളിലായാലും, വ്യാപാര വ്യവസായങ്ങളിലുള്ള അവർക്കുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളായാലും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളായാലും, മെഡിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും അദ്ദേഹത്തിന് ഓരോ വിഷനുണ്ട്. ശരിക്കും കേരളത്തിനെ മാറ്റിമറിക്കുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പോക്കെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വേറെ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പം ഞങ്ങൾ 25 വർഷമായിട്ട് അദ്ദേഹമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. സാധാരണക്കാരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഓരോ പ്രവർത്തനങ്ങളും നാടിൻ്റെ വികസനത്തിന് സാധാരണക്കാർക്ക് എത്തിച്ചേരാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്ലാനിങ്ങുമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ വളരെയധികം കേരളത്തിൽ ഇപ്പോൾ താഴെ തട്ടി കിടക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന രീതിയിലായിരിക്കും. വ്യവസായ കാര്യങ്ങളായാലും വിദ്യാഭ്യാസ കാര്യങ്ങൾ, ഇപ്പം നാട്ടിലെ നിന്നുള്ള ചെറുപ്പക്കാരെല്ലാം വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് വിദേശത്തേക്ക് പോവുകയാണ്. അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വലിയ തൊഴിൽ സംസ്കാരം തന്നെ ഉണ്ടാകുന്ന രീതിയിൽ, അതായത് നാട്ടിൽ നിന്ന് പോകുന്ന ചെറുപ്പക്കാരത്തെ ഇവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ ധാരണ. അതോടൊപ്പം തന്നെ അദ്ദേഹം 50,000 വോട്ടിൽ അദ്ദേഹം വളരെയധികം ഭൂരിപക്ഷത്തിന് ഓരോ കാര്യങ്ങളും പറയൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം കാണിച്ചത് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സതീശൻ സാർ. അതുകൊണ്ട് അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാവരും ഉത്തരവാദിത്തം, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് എല്ലാവരും നിർവഹിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ മാതിരി ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ നമ്മൾ മാനിക്കുന്നു. കാര്യം എതിരഭിപ്രായങ്ങളുള്ള ആളുകൾ വേണം. എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വിമർശിക്കണം, അതൊക്കെ വേണം. പക്ഷേ സത്യസന്ധമായിട്ടുള്ള ക്രിയാത്മകമായ വിമർശനങ്ങളാണ് വേണ്ടത്. ഈ പുനർജനിയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രചരിപ്പിക്കും. ഏതെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് ഇദ്ദേഹം അതിന് നിയമസഭയിലായാലും പുറത്തായാലും അതിനെ നല്ല ക്രിയാത്മകമായി വിമർശിക്കുമ്പോൾ അദ്ദേഹത്തെ തളർത്താൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പുനർജനി എന്ന് പറഞ്ഞ ചില ആളുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ വെറുതെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കില്ല, വെറുതെ ഇങ്ങനെ പറയുന്നത്. അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പുനർജനിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒട്ടനവധി ആൾക്ക് വീട് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കന്മാർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഈ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. അതൊക്കെ ഒരു ജനങ്ങളും വിശ്വസിക്കുന്ന കാര്യങ്ങളല്ല. അതിനപ്പുറമായിട്ട് അദ്ദേഹത്തിന് എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകും. നാട്ടിലായാലും എല്ലായിടത്തുള്ള എല്ലാവരും ജനങ്ങളും പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളാണ്, അദ്ദേഹത്തെ അടുത്തറിയാൻ ശ്രമിച്ച ഒരാളും കൂടിയാണ് ഞാൻ. പല കാര്യങ്ങളും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാര്യം വെറുതെ പറയുകയല്ല, അത് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ അദ്ദേഹം വിളിച്ചു വയ്ക്കും. എന്തായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് എന്തായെന്ന് ചോദിക്കാൻ പുറകെ നിൽക്കുന്ന അദ്ദേഹത്തിന് മുന്നേ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള വ്യക്തിത്വമാണുള്ളത്. അത്
കഷ്ടത്തിന് അതീതമാണ്. എല്ലാവരും ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന, സുഖങ്ങളിലല്ല ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ആളാണ്. അദ്ദേഹത്തെ തീർച്ചയായും വിജയിപ്പിക്കണം, ജനങ്ങളുടെ ആവശ്യമാണ്. അത് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ്. അത് ആദ്യകാലങ്ങളിൽ വടക്കേക്കര മണ്ഡലം പറവൂരിന്റെ ഭാഗമല്ലായിരുന്നു. വികസനം മുരടിച്ച് കിടക്കുന്ന വടക്കേക്കരന വികസന തേരിലേറ്റിയത് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വടക്കേക്കര മണ്ഡലത്തിൽ സകലവിധ വികസനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്കിവിടെ പ്രധാന ആവശ്യം ചെട്ടിക്കാട് കുഞ്ഞിത്തൈ പാലമാണ്. അതും ഏതാണ്ടൊക്കെ അവസാന സ്റ്റേജിലെത്തിക്കുന്നത്. അതിനുള്ള ഫണ്ടുകൾ മുഴുവനും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ഒട്ടനവധി വീടുകൾ പുനർജനി പദ്ധതിയിലൂടെ വീടുകളില്ലാണ്ട് കഷ്ടപ്പെടുന്നവർക്ക്, പ്രളയത്തിലൂടെ വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം ഒട്ടനവധി വീടുകൾ അദ്ദേഹം നിർമ്മിപ്പിച്ചു കൊടുത്തു. അതിന് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒട്ടേറെ കുപ്രചരണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കി. ഒന്നും അദ്ദേഹത്തെ സ്പർശിച്ചില്ല, സ്പർശിക്കുമില്ല. ഈ വരുന്ന ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 50,000-ന് മേലെ ഭൂരിപക്ഷത്തിൽ ഏത് രാഷ്ട്രീയ നേതാവ് വന്നു നിന്നാലും അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് വി ഡി സതീശൻ വിജയിക്കും. മുഖ്യമന്ത്രി ആകാനായിട്ട് ഇന്ന് ഏറ്റവും UDF നയിക്കുന്ന പ്രസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രവൃത്തിയും ഓരോ രംഗങ്ങളിലും പഠിച്ചുള്ള അവതരണങ്ങളൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അഡ്വക്കേറ്റ് വി ഡി സതീശൻ നയിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ UDFന്റെ ഭരണമാണ് അടുത്തത്. അഡ്വക്കേറ്റ് വി ഡി സതീശൻ തന്നെ ഭരണത്തിൻ്റെ നെറിയിലുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് വടക്കേക്കരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യം ചെയ്ത പ്രവർത്തകരാണ് ഞങ്ങൾ. കാരണം അദ്ദേഹം ഈ വടക്കേക്കരയിലോട് വന്നതോടുകൂടിയാണ് പാർട്ടിക്ക് ഒരു ഊർജവും ശക്തിയും കിട്ടിയത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം വടക്കേക്കരയിൽ നിന്നാണ് ഈ വോട്ടെണ്ണൽ, പറവൂർ നിയോജക മണ്ഡലത്തിൻ്റെ വടക്കേക്കരയിൽ നിന്നാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം ഈ വടക്കേക്കര മണ്ഡലത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ 2018 പ്രളയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആഘാതം സൃഷ്ടിച്ച ഒന്നുകൂടിയാണ്. പക്ഷേ ഈ പ്രളയം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പുനർജനി പദ്ധതിയെ പോലെയുള്ള വലിയ പദ്ധതി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സന്തോഷമായിട്ട്, ഞങ്ങളുടെ വാർഡിലൊക്കെ സാധാരണക്കാരെ സഹായിക്കാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. പുനർജനി പദ്ധതിയിലൂടെ ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. സന്തോഷമാണ്. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് 2024 ഈ സർക്കാർ കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണ്. വി ഡി സതീശൻ MLA എന്ന് പറയുന്നത് പറവൂരിൻ്റെ ഒരു ഹൃദയസ്പന്ദനമാണ്. അതായത് ഓരോ വ്യക്തികളെയും പുള്ളി MLAക്ക് അടുത്തറിയാം. ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം ഇതാരാണെന്ന് പോലും. കാരണം എന്നെ കുറിച്ച് ചില മറ്റുള്ളത് അറിയാമല്ലോ. പക്ഷെ വി ഡി സതീശൻ എന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ ഒരാൾക്ക് പോലും അറിയാത്ത ഒരാളുണ്ടാവും. ചെറിയ കുട്ടികൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഈ 2 വാർഡുകൾ, അതായത് കുഞ്ഞിത്തയുടെ 2 വാർഡുകൾ ശരിക്ക് 2 ടേമിന് മുമ്പ് വരെയും വേറൊരു മണ്ഡലത്തിലായിരുന്നു. അതിനുശേഷമാണ് പറവൂർ നിയോജകത്തിൽ പെട്ടേക്കുന്നത്. ഏതായാലും വടക്കേക്കര മണ്ഡലം എന്ന ഇതിൽ വടക്കേക്കര പഞ്ചായത്ത് അതിനുശേഷമാണ് ലയിപ്പിച്ച് പറവൂർ മണ്ഡലത്തിലേക്ക്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ വർഷത്തെ പ്രവർത്തനം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറയല്ല, കൂടിക്കൊണ്ടിരിക്കും. ആദ്യം വന്ന ടൈമിൽ നിസ്സാര ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് 22,000 വോട്ടുകൾക്ക് അപ്പുറത്താണ് അദ്ദേഹം ജയിച്ചത്. ഈ പ്രാവശ്യം എങ്ങനെ ആയാലും ഒരു 50,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിക്കും. കാരണം അത്രയും ഒരു ആംബിയറുള്ള ഒരു MLA ഈ മറ്റുള്ള MLAമാരിലില്ല. മുഖ്യമന്ത്രിയായ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണ്. കാരണം അദ്ദേഹത്തിന്റെ അത്രയും ഒരു കേരളം എങ്ങനെ ആയിരിക്കണം, ഈ നാട് എങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വ്യക്തമായ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഏത് സ്ഥലത്ത് പോയാലും പറവൂര് ഓടിയെത്തും. കാരണം പറവൂര് അദ്ദേഹമായിട്ടുള്ള കണക്ഷൻ. വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ഇപ്പോൾ MLA ഒരുപാട് വീടുകളായി സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ വളരെ സന്തോഷവാന്മാരാണ്. ഈ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തത്തിൽ ഒരുപാട് കോൺഗ്രസ്സുകാർ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വീടുകളായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിയമസഭയിലെ പ്രകടനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രകടനം നടത്തിയ വേറെ MLA ഇല്ലെന്ന് തന്നെ പറയാം.